ഹായ് ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, കുറച്ച് പ്രോഡക്റ്റ്സ്. അത് ഞാൻ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഒരു അൺബോക്സിങ് ഹോൾ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഷോർട്ട് കുർത്തയാണ്. ഇത് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ്. അങ്ങനെ ഞാൻ കുറേ പേര് പുറത്ത് പോയപ്പോൾ ഇട്ട് കണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ മേടിച്ചൊരു പ്രോഡക്റ്റാണ്. ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം, ജഗ്ഗീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ടോപ്പാണ്. അപ്പോൾ ഇതാണ് ആ ടോപ്പ്. ഇത് വന്നിട്ടൊരു കോട്ടൺ ബ്ലെൻഡാണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് ലാർജ് സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 298. ആ പ്രൈസിനാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ ലാർജ് സൈസാണ്. എൻ്റെ എല്ലാ ഡ്രസ്സും ലാർജാണ്. ഇവിടെ ഒരു ടൈ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നു. പക്ഷെ ഇത് വെറുതെ ആട്ടോ, എനിക്കൊന്ന് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ടൈ. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയുണ്ട് ഈ ടോപ്പ്, രക്ഷയില്ല. ഇനി ഇത് പെയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു അടിപൊളി ആയിരിക്കും തോന്നുന്നു. നല്ലൊരു പീച്ച് ഓറഞ്ച് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു കളറാണ്. നല്ല ഒരു ടോപ്പാട്ടോ. ഒരു 3/4 സ്ലീവിൻ്റെ അറ്റത്തെ ഒരു എലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നെക്ക് വന്നിട്ട് ഒരു വി നെക്കാണ്. നല്ല ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്കിപ്പോൾ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി നോക്കാം. അപ്പം നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളൊരു ഒരു ഡ്രസ്സാണ്. ഇത് വന്നിട്ട് ഞാൻ അതുപോലെ തന്നെ കുറേ പേര് ഇട്ട് കണ്ട് അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ഇതെനിക്ക് കിട്ടിയത് 567 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. പക്ഷെ ആദ്യമൊക്കെ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓഫറിലാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത്. ഒരു രക്ഷയില്ലാത്തൊരു ഡ്രസ്സാണിത്. ഇത് വന്നിട്ട് ഇങ്ങനൊരു ഓറഞ്ച് അങ്ങനെ ഒരു ബ്രിക്ക് റെഡ് ഇല്ലേ, ആ കളറിലൊരു ഇതൊരു ആലിയ കട്ടാണ്. കാഫ് ലെങ്ത്, മിഡി ആ ലെങ്ത്തിലൊക്കെ ഉള്ള ഒരു ഡ്രസ്സാണ്. എനിക്കൊന്നത് ഫുൾ സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു വി നെക്കാണ് വരുന്നത്. ഒരു രക്ഷയില്ല, നല്ല കളറുമാണ്. അത്യാവശ്യം ക്രേപ്പാണ് മെറ്റീരിയൽ. ഇത് ഞാൻ ലാർജ് സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത ടോപ്പ് എന്ന് തന്നെ പറയാം. അപ്പൊ ഇത് ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. എല്ലാവർക്കും ഇത് ചേരും, മീൻസ് എന്താ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതെനിക്ക് കുറച്ച് സൈസ് കുറച്ച് വലുതാവും. ഞാൻ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ലാർജ് സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു രക്ഷയില്ല ഗായ്സ്, അടിപൊളി ഡ്രസ്സാട്ടോ. നല്ല മെറ്റീരിയൽ, പക്ഷെ കുറച്ച് സീ ത്രൂ ആണ്, കുറച്ചെറുങ്ങനെ. പക്ഷെ ഡാർക്ക് കളർ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല തുണി, നല്ല സുഖമുള്ള തുണി, ക്രേപ്പ് മെറ്റീരിയൽ. അപ്പം നമുക്കറിയാലോ, ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. നല്ലൊരു പർച്ചേസ് ആയിട്ടാണ് തോന്നുന്നത്. അത്ര അടിപൊളിയാണ്. ഫുൾ ലെങ്ത് സ്ലീവ് ഒക്കെ ആയിട്ട്, സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട്. അത്ര അടിപൊളി ഡ്രസ്സാണ്. അപ്പൊ നമുക്കിനി അടുത്തത് എന്താ നോക്കാം. അടുത്തത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ. മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം ഒരു കുർത്ത സെറ്റാണ്. ഒരു വൈറ്റ്. എനിക്കൊന്ന് എല്ലാവരും മീഷോയില് കുർത്ത സെറ്റ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളതായിരിക്കും ഈ കുർത്ത സെറ്റ്. ഇത് വന്നിട്ടൊരു വൈറ്റില് നല്ലൊരു പ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല എന്തൊക്കെയോ വെച്ചിട്ടൊക്കെ ഉണ്ട്. താങ്ക് യു ഫോർ യുവർ പർച്ചേസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു നോട്ടൊക്കെ ഉണ്ട്. ഇതാണ് അപ്പോൾ ഇത് വന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ആ കുർത്തേന്റെ ടോപ്പ് വന്നിട്ട്. ഇത് സെറ്റിന്റെ ഇതാണ്. ഒരു കോട്ടൺ തന്നെയാണ്. പക്ഷെ കുറച്ച് സീ ത്രൂ മെറ്റീരിയൽ ആണ്. മീൻസ് ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്കൊന്നും ഇതൊരു കാഫ് ലെങ്ത് ഒക്കെ തന്നെ വരുന്ന ഒരു ടോപ്പാണ്. നല്ല ഭംഗിയുള്ള ടോപ്പാട്ടോ. നല്ല പ്രിന്റും ഇവിടെ ടൈ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ടൈ ഡീറ്റെയിലിങ്ങും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സാട്ടോ. ഒരു രക്ഷയില്ല, അത്രയും ഭംഗിയുണ്ട്. പിന്നെ പാന്റ് നോക്കാം. അപ്പം അവരുടെ ആ ടൈ സെപ്പറേറ്റ് ആണ്. അതിന്റെ ടൈ ഒക്കെ തന്നിട്ടുള്ളത്, അതൊക്കെ സെപ്പറേറ്റ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ പാന്റ് ഈ പാന്റാണ്. ഇപ്പോഴത്തെ പാന്റ് ഇങ്ങനെ താഴെ ഇങ്ങനെ ഫ്ലീറ്റ് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പ് കാണാൻ പറ്റുന്നോന്നും അറിയില്ല. ഇവിടെ ഒരു ബോർഡർ വന്ന ഫ്ലീറ്റ് ഒക്കെ ഉള്ള ടൈപ്പ് ഒരു പാന്റാണ്. മുകളിൽ എലാസ്റ്റിക് ആണ്. ഇത് ഞാൻ ലാർജ് സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു സെറ്റാട്ടോ. ഈ റേറ്റിന് എനിക്ക് കിട്ടിയത്
550 റേറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ എനിക്ക് ഈ സംഭവം ഈ സെറ്റ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് അതിന്റെ ദുപ്പട്ട. ഓ ദുപ്പട്ട രക്ഷയില്ല ഗൈസ്, അത്യാവശ്യം വലുതാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമ്മൾ സാധാരണ സെറ്റൊക്കെ എടുക്കൂലേ അത്രയൊന്നും ഇല്ല, പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വിരിച്ചൊക്കെ ഇടാൻ. ഫുൾ പ്രിന്റൊക്കെയാണ്, നല്ല ഭംഗിയായിരിക്കും. അത്രയും അടിപൊളി സെറ്റാട്ടോ, നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. അപ്പൊ നമുക്ക് അടുത്തത് എന്താ നോക്കാം. അടുത്തത് വന്നിട്ട് ഒരു കുർത്ത സെറ്റ് തന്നെയാണ്. ഇത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള. ഇതിന്റെ റേറ്റും 500 സംതിങ് ആ റേറ്റിനാണ് കേട്ടോ ഇതും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതും ഒരു പാർട്ടി വെയർ അങ്ങനെ എടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ എല്ലാം ഞാൻ എടുക്കുന്ന കാഷ്വൽ വെയറും അങ്ങനെയൊക്കെയല്ല. അപ്പൊ ഒരു ചേഞ്ചിന് പാർട്ടി വെയർ എടുത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഒരു പർപ്പിൾ ഷെയ്ഡാണ്. അപ്പോ ഇതാണ് അതിന്റെ ടോപ്പ്. ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ഫുൾ ലെങ്ത് ആട്ടോ ടോപ്പ്. സ്ലിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇതേ ഇങ്ങനെയുള്ള സംഭവമേ ഉള്ളൂ, പക്ഷെ സ്ലിറ്റ് ഒന്നുമുള്ള ടോപ്പല്ല. ഇതേ ഫുള്ളാണ്. എനിക്ക് ഫുൾ ലെങ്ത് ആണ്. നല്ല ഭംഗിയുള്ള ഒരു വീനക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഫോട്ടോ കണ്ടതുപോലെ തന്നെ ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ സംഭവം. ഇത് കൈ കിട്ടുമ്പോൾ എന്തെങ്കിലും പണി കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ ഒരു പണിയും കിട്ടിയില്ല. അത്രയും അടിപൊളിയാണ്. കളറും സെയിം ആ ഫോട്ടോ കണ്ടാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, കുറച്ച് ലൈറ്റ് ആണ്, പക്ഷെ എന്നാലും നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. അപ്പൊ ഇതിന് പാന്റ് ഇല്ല, ഷോൾ ആണുള്ളത്. പാന്റിന്റെ ആവശ്യം ഇതിന് ഇല്ല, ഇതിന് ഷോളിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഷോളിനത്തെ ഒരു വീതി വലിയ വീതിയൊന്നുമില്ല, പക്ഷെ നീളവും കുറച്ച് കുറവാണ്. പക്ഷെ പ്രശ്നമില്ല, എനിക്കൊന്നും ഷോൾ ഇല്ലെങ്കിൽ കൂടി ആ ചുരിദാർ നല്ല ഭംഗി ഉണ്ടാവും. നല്ലൊരു ഷോളും, ഷോളിന്റെ 4 സൈഡിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ബോർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ്സിലുള്ള പോലെ തന്നെ ഉണ്ട്. അത് അങ്ങനത്തെ ഒരു ഇതാണിത്. അടിപൊളി പർച്ചേസ് ആണ്. ഇതും എനിക്ക് 600 അതിന്റെ ഉള്ളിലാണ്. ആ റേറ്റിന് സത്യം പറഞ്ഞാൽ ഭയങ്കര വേർത്ത് ആണ്. നമുക്ക് ഈ റേറ്റിന് വേറെ എങ്ങും കിട്ടാനൊന്നും പോകില്ല. അടുത്തൊരു ചേഞ്ച് ആണ്, മീൻസ് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഡെക്കോർ ഐറ്റം ആണ്. നമുക്കത് നോക്കാം. അതെ, അടുത്ത ഐറ്റം വന്നിട്ട് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആണ്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓർഡർ ചെയ്ത തന്നെയാണോ വന്നോന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ആ സാധനം ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഓ അടിപൊളി സാധനം കേട്ടോ ഗൈസ്. അയ്യോ ഇത് കൊള്ളാലോ. ഇത് വന്നിട്ട് ഇതൊരു എന്റെ ഹസ്ബൻഡിന് ഒരു സ്റ്റുഡിയോ ഉണ്ട്, ടാറ്റു സ്റ്റുഡിയോ. അപ്പൊ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. ഇതിന്റെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ കാക്ടസോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് ഇതെനിക്ക് കിട്ടിയത് പറഞ്ഞ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് 148 രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ട്. അപ്പോൾ ഈ 5 പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അത് ഏതാന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അതുപോലെ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് ടാഗ് ചെയ്തിരിക്കുക, അത് ത്രൂ വാങ്ങിക്കുക. നിങ്ങൾ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി ഒരു ഹോൾ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണുന്നതായിരിക്കും.